ഒരു നമ്മൾ ക്രിസ്പിയായ ചക്കപ്പറ്റിൽ ഉണ്ടാക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. വേണ്ട, തിളച്ച എണ്ണയിലേക്ക് ചക്ക ഇട്ടതാണ്ട പൊള്ളുന്നത് കണ്ടോ. ഇത്തിരി വെള്ളം കുടിച്ച ചക്ക ആയതുകൊണ്ട് ഇച്ചിരി താമസം എടുക്കുന്നത് പൊള്ളി വരുന്നതിനായിട്ട്. ഇതിങ്ങനെ 10 മിനിറ്റ് കിടന്നതിൻ്റെ വെള്ളം എല്ലാം പൊട്ടി മാറിയാണ്. വെള്ളം പൊട്ടി മാറി ഒരുവിധം ചുമക്കുന്ന സമയമാകുമ്പോൾ നമുക്കിച്ചിരി ഉപ്പ്, ഒരു ഭംഗിക്ക് വേണ്ടിയാണ്, വേണമെങ്കിൽ മതി. ഞാനിച്ചിരി മഞ്ഞളും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് പൊള്ളി വരുന്ന കിലുകിലാവുന്ന ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഈ കലക്കി വെച്ചേക്കുന്ന മഞ്ഞളും വെള്ളവും ഒരു ശകലം അങ്ങോട്ട് ഒഴിക്കണം. ഒന്ന് കുടഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഇത് പൊള്ളി വരുന്ന കണ്ട, പൊള്ളി ഇങ്ങനെ വരുന്ന സമയമാകുമ്പം ഒരു നിറവും കൂടെ മാറും. അല്ല, പൊള്ളി വരുന്ന സമയം കണ്ട, ഈ സമയമാകുമ്പം അന്നേരം ഒഴിക്കാവും. അങ്ങനെയാണ് ഞാനുണ്ടാക്കുന്നത്. നിങ്ങളുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ പൊള്ളി വരുന്നുണ്ടായി ചക്ക. പൊള്ളി വരുന്ന സമയമാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഭംഗിക്ക് വേണ്ടിയായി മഞ്ഞളിടുന്നത്. വേണമെങ്കിൽ ഇട്ടാൽ അത്, വേണ്ടാത്തവർക്ക് ഇടേണ്ട കാര്യമില്ല. എങ്കിലും ഇച്ചിരി ഉപ്പും മഞ്ഞളും കൂടെ വെള്ളം ഞാൻ ഉപ്പും മഞ്ഞളും കൂടെ ഉള്ള വെള്ളം, ഉപ്പിൻ്റെ മഞ്ഞളും കൂടെ വെള്ളം ഞാൻ ശകലം ഇങ്ങനെ ഒഴിച്ചു കുടിക്കുകയാണ് ഇതിനകത്ത്. ഉണ്ടാ, ഉപ്പും മഞ്ഞളും അപ്പോഴത്തേക്ക് ഈ ചക്ക കുടിച്ച എണ്ണ എല്ലാം കവട്ടും. ഈ ചക്കയ്ക്കകത്തുനിന്ന് എണ്ണ എല്ലാം കവട്ടി മാറി ഈ വെള്ളം പറ്റും. വെള്ളവും അങ്ങ് പറ്റും. വെള്ളം നല്ലോണം പറ്റുന്ന സമയം പറ്റി കഴിയുമ്പോഴത്തേക്ക് ചക്ക ചുമക്കാൻ തുടങ്ങും. ചുമന്ന് കഴിയുമ്പോൾ നമുക്ക് കിളിയിലാ കേൾക്കും. ഇത് കോരുന്ന ശബ്ദമാകുമ്പോൾ നമ്മൾക്ക് ഇഷ്ടം പോലെ നല്ല ഭംഗിയായിട്ട് കിളിങ്ങും. ആ കിളിങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് ഈ ചക്ക കോരി മാറ്റാവുന്നതാണ്. വേണ്ട, ഇപ്പം വേണ്ട, ചക്ക നല്ലോണം പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം പൊള്ളി വരുന്നുണ്ടോ ഓരോ ചക്കകളും. അതെല്ലാം ഉണ്ടാണ്ട പപ്പടം പോലെ പൊള്ളിയിരിക്കുന്നുണ്ടോ. നല്ല പൊള്ളി വരും. ഇതിൻ്റെ വെള്ളം എല്ലാം കവട്ടി കഴിയുമ്പോഴത്തേക്ക് ഇത് ചുമക്കാൻ തുടങ്ങും. ചുമക്കുന്ന പരുവാകുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റാവുന്നതാണ്. കണ്ട, അങ്ങനെ കോരി മാറ്റിയ ചക്കയാണിത്. കണ്ടോ, നല്ല കിലായിരിക്കുന്നത്. എത്ര കാലം വേണമെങ്കിലും നമ്മൾ കാറ്റ് കയറാതെ അടച്ച് ജീവിച്ചാൽ നമുക്കിരുന്ന് ചക്ക നമുക്ക് എടുക്കാം. കണ്ടോ, കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല ചക്ക വറ്റിലുണ്ടാക്കുന്നതിന്. അതുകൊണ്ട് നമ്മളിട്ടിരുന്ന ചക്ക കണ്ട നിറം വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഇത് റെഡിയായി കഴിയും. എല്ലാം പൊള്ളി കയറുന്നുണ്ട, പൊള്ളി കയറുന്നുണ്ട. എല്ലാ ചക്കകളും പൊള്ളുന്നുണ്ട, നല്ല പൊള്ളി കയറും. ഏതാണ് നിറം വീഴാൻ തുടങ്ങുന്നുണ്ട. ആണ്ട, ഒന്നും കൂടെ ചുമക്കുമ്പോൾ നമുക്ക് കോരി ഇത് മാറ്റാവുന്നതാണ്. ഒന്നോളം ചുമക്കട്ടെ, ഇതിനകത്തോട്ട് കിടന്ന് ഒന്നോളം ചുമക്കട്ടെ, ഒന്നും കൂടെ ചുമക്കട്ടെ. കണ്ട, ചുമന്നോണ്ടിരിക്കുന്നുണ്ട. അങ്ങനെ കോരി മാറ്റിയ ചക്കകളാണ്. അതാണ് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട. ശരിക്കും ഒരു ചക്കയായ വറുത്ത്. കണ്ട, പെട്ടെന്ന് വറുത്തത്. എല്ലാം നല്ല പയർ പോലെ ഇരിക്കുന്നുണ്ട. ഇഷ്ടം പോലെ ചക്കയാണ്. കടമുറ തിന്നാം നമുക്ക്. ഞാൻ തിന്നുന്നത് ഇതിൽ കാണിക്കുന്നില്ലോ. ഉണ്ടല്ലേ, ഞാൻ തിന്നുണ്ട ശബ്ദം. കടമുറ കഴിക്കുന്നുണ്ട്. നല്ല കിളുങ്ങുന്ന പരിവായിട്ടുണ്ട് ഇത്. കണ്ടോ,
വെള്ളം കുടിച്ച ചക്ക വേണ്ട, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കോരി മാറ്റാമെന്ന്. വെള്ളം കുടിച്ച ചക്ക നമ്മൾ കുറേ നേരം ഇട്ടേക്കണം അതിനകത്ത് മൂത്ത് വരുന്നത് വരെ. മഴ പെയ്യുന്നതിന് മുമ്പാണെങ്കിൽ ഈ ചക്ക വറക്കുന്നതിന് നല്ല എളുപ്പമായിരിക്കും. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ നല്ല പയർ പോലിരുന്നു, ഇത്രയും പാടൊന്നുമില്ലായിരുന്നു. ക്രിസ്പിയായിട്ട് കണ്ടു നമുക്ക് എല്ലാം കോരി കോരി മാറ്റാവുന്നത്. അതല്ല ഒന്നും കൂടെ ഇട്ട് ഞാൻ ആക്കുന്നത്. ചിലപ്പം വെള്ളം കുടിച്ച ചക്ക നമ്മൾ ചിലപ്പം കോരി വെച്ചാലും മഴ ഇതാവത്തില്ലേ, അങ്ങനെ ആയിട്ടുമുണ്ട് എനിക്ക്. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് കിളിങ്ങട്ടെ എന്ന് വിചാരിച്ചു, വെള്ളം മൊത്തം ഊറിപ്പോട്ടെന്ന് വിചാരിച്ചു. നല്ലോണം മുഖത്തിന് നിറം കൂടിയാലും വേണ്ടിയില്ല. നമുക്കുള്ള നിറച്ചും കോരി മാറ്റാം. ഉണ്ടോ? കണ്ടോ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.